ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഇന്ന് കൊഴുക്കോട്ട ശനിയാണ്. നമ്മൾ ഇന്നലെ 40-ാം വെള്ളിയൊക്കെ ആഘോഷിച്ചു. ആ 40 ദിനങ്ങളുടെ നോമ്പ് ഒന്ന് മുറിച്ച് വീണ്ടും അടുത്ത 10 ദിവസങ്ങൾ ഈശോ മിശിഹായുടെ പീഡാസനത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഏറ്റവും അടുത്ത ഒരുക്കത്തിനായിട്ട് നാം ഒരുങ്ങുകയാണ്. ഈ കൊഴുക്കോട്ട ശനിക്ക് വ്യത്യസ്തമായ പേരുകളുണ്ട്. കൊഴുക്കോട്ട ശനി, ലാസറിൻ്റെ ശനി, ഓശാന ശനി, വ്യത്യസ്തമായ കഥകളും പാരമ്പര്യങ്ങളും ഒക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുമൊക്കെയുണ്ട്. രസകരമായ കഥകളും നാം കേട്ടിട്ടുണ്ട്. എത്രമാത്രം ആധികാരികമാണ് എന്ന് നമുക്കറിയില്ല. പലയിടത്ത് വായിച്ചത്, പലയിടത്ത് കേട്ട വ്യത്യസ്തമായ അറിവുകൾ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. 41-ാം ദിനത്തെ പലഹാരമായിട്ട് ഈ കൊഴുക്കോട്ട ശനിയെ കാണുന്നവരുണ്ട്. അതായത് 40 ദിനങ്ങളുടെ നോമ്പ്, ആ നോമ്പിൻ്റെ ചൈതന്യം മുറിയാതെ ഒന്ന് മുറിച്ചിട്ട് അടുത്ത 10 ദിവസത്തേക്ക് വീണ്ടും നോമ്പിലേക്ക് കടക്കുന്ന ആ ഒരു അനുഭവമായിട്ട് ഇതിനെ കാണുന്നവരുണ്ട്. നോമ്പിൻ്റെ ചൈതന്യം കളയാതെ നോമ്പ് മുറിക്കുവാനായിട്ട് ഈ കൊഴുക്കോട്ട ഭക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. രണ്ടാമത്തേത്, കൊഴു എന്ന വാക്കിൻ്റെ അർത്ഥം മഴുവെന്നാണ്. വെട്ടിമുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. ആദ്യം പറഞ്ഞതുപോലെ 50 നോമ്പിനെ ഒന്ന് മുറിച്ചുകൊണ്ട് 40ഉം 10ഉമായിട്ട് മുറിച്ചുകൊണ്ട്, ഒപ്പം ഈ നോമ്പിൻ്റെ ചൈതന്യം നഷ്ടമാവാത്ത രീതിയിൽ നോമ്പ് മുറിക്കുന്നതിനെ മഴു എന്ന അർത്ഥത്തിലും കൊഴുക്കോട്ട ശനിയെക്കുറിച്ച് നാം പറയാറുണ്ട്. മൂന്നാമത്തേത്, പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് ഈശോ മിശിഹാ ലാസറിന്റെ ഭവനത്തിൽ വിരുന്നിന് പോകുന്നുണ്ട്. അവിടെ മർത്തായും മറിയവും വളരെ പെട്ടെന്ന് ഈശോ മിശിഹായ്ക്ക് വേണ്ടി പലഹാരം ഉണ്ടാക്കിയതിന്റെ ഓർമ്മയുടെ അനുസ്മരണവുമായിട്ടും കൊഴുക്കോട്ട ശനിയെക്കുറിച്ച് പറയാറുണ്ട്. വളരെ പെട്ടെന്നുള്ള വരവിൽ പെട്ടെന്ന് കൊടുത്തൊരു പലഹാരമായിട്ടാണ് അതിനെ കാണുക. നാലാമത്തേത്, ലാസറിനെ ഉയർപ്പിച്ചതിൻ്റെ സന്തോഷ സൂചകമായിട്ട് കൊടുത്ത ഒരു പലഹാരമായിട്ടും ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. 5, ലാസറിൻ്റെ ഉത്ഥാനത്തിൻ്റെ ആഘോഷ സൂചകമായിട്ട് ലാസറിൻ്റെ ശനി എന്നും ഇതിനെ പറയാറുണ്ട് ഈ കൊഴുക്കോട്ട ശനിക്ക്. 6, ഈശോ മിശിഹായുടെ കുരിശിൻ്റെ വഴിയിൽ വെറോനിക്ക ഈശോയുടെ തിരുമുഖം ഒപ്പിയെടുക്കുന്നുണ്ട് തൂവാലയിൽ. ആ വെള്ള തൂവാലയിൽ ഈശോ മിശിഹായുടെ മുഖം പതിഞ്ഞിരുന്നു. അതുപോലെ ഈ കൊഴുക്കോട്ട ഉണ്ടാക്കുമ്പോൾ കൊഴുക്കോട്ട ഉണ്ടാക്കുന്നവരുടെ വിരലിൻ്റെ അടയാളം ഈ കൊഴുക്കോട്ടയിൽ ഉണ്ടാവണമെന്ന് പറയുന്ന ഒരു പാരമ്പര്യത്തെക്കുറിച്ചും വായിച്ചിട്ടുണ്ട്. 7, ഈശോ മിശിഹായുടെ അന്ത്യത്താഴത്തിന് മുമ്പ് നാം കാണുന്ന ഒരു വിരുന്ന് ഈ ലാസറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അന്ത്യത്താഴത്തിൻ്റെ മുന്നാസ്വാദനമായിട്ട് ഇതിനെ കാണുന്നുണ്ട്. അതായത് ലാസറിൻ്റെ ഭവനത്തിൽ അർപ്പിച്ച വിശുദ്ധ കുർബാന പോലെ ഒരു മുന്നാസ്വാദനം. നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ കൊഴുക്കോട്ട ഭക്ഷിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ മുന്നാസ്വാദനം പോലെ അതിനെ കാണണമെന്ന് ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. 8, 2 തരത്തിലുള്ള കൊഴുക്കോട്ട ഉണ്ടാക്കുന്നതായിട്ട് അറിവുണ്ട്. ഒന്ന് മധുരമുള്ളതും ഒന്ന് മധുരമില്ലാത്തതും. മധുരമില്ലാത്തത് ഓർമ്മിപ്പിക്കുന്നത് ഈശോ മിശിഹായുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ ആൾക്കാർ അവനെ കല്ലെറിയുന്നുണ്ട്, ചിലപ്പോൾ കല്ലെറിയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ അനുസ്മരണമായിട്ടാണ് മധുരമില്ലാത്ത കൊഴുക്കോട്ട ഉണ്ടാക്കുക. 9, ലാസറിൻ്റെ ഭവനത്തിൽ മിശിഹ വിരുന്നിന് പോകുമ്പോൾ അവിടെ മറിയം നാർദീൻ തൈലം ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകുന്നുണ്ട്. നാർദീൻ തൈലത്തിൻ്റെ സുഗന്ധം പോലെ ചൂടുള്ള കൊഴുക്കോട്ട നമ്മൾ തുറക്കുമ്പോൾ നല്ല സുഗന്ധം ഉണ്ടാവാറുണ്ട്. ആ നാർദീൻ തൈലത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും ഈ കൊഴുക്കോട്ടയിൽ ഉണ്ടാവുന്നുണ്ട്. 10, ഈശോ മിശിഹായുടെ തിരുശരീരത്തിലേക്ക് തൈലം പൂശുവാനായിട്ട് ജനങ്ങൾ പോയതിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടും ഈ കൊഴുക്കോട്ട കടന്നു വരാറുണ്ട്. 11, നമ്മൾ കൊഴുക്കോട്ട കാണുമ്പോൾ അതിൻ്റെ പുറം വെളുത്തതാണ്. അതിന് പുറമേ കാണുന്ന വെളുപ്പ് ഈശോ മിശിഹായാകുന്ന പ്രകാശത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഉള്ളിലുള്ള മധുരമെന്ന് പറയുക അവൻ പകരുന്ന സ്നേഹവും. സ്നേഹമുള്ളവരെ, രസകരമായ ഒരുപാട് കഥകളും പാരമ്പര്യങ്ങളും ഒക്കെ ഈ കൊഴുക്കോട്ട ശനിക്കുണ്ട്. എത്രമാത്രം ആധികാരികതയുണ്ടെന്ന് എനിക്ക് പറയാൻ അറിയില്ല. എങ്കിലും പലയിടത്തു നിന്ന് കേട്ട അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. അറിവുകളൊന്നും ഉപകാരപ്പെടുന്നില്ല എങ്കിലും നാളെ മുതൽ ആരംഭിക്കുന്ന വിശുദ്ധവാരം ഏറ്റവും തീവ്രമായ ഒരുക്കത്തോടുകൂടെ ആഘോഷിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ മനസ്സിലും ജീവിതത്തിലുമൊക്കെ പരിവർത്തനങ്ങൾ വരുത്തേണ്ട ഇടങ്ങളെ ധ്യാനിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി കൂടിയാണ് ക്രിസ്തു കാൽവരിയിൽ ബലിയാഗമായി മാറിയെന്ന് ഓർമ്മ നമുക്കുണ്ടാകുവാൻ ഈ ദിനങ്ങളെ മാറ്റിവെക്കാം. ഏവർക്കും ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു വിശുദ്ധവാരം ആശംസിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.